ഹായ് നമസ്കാരം. കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന സംഭവമാണ് ഇന്നത്തെ എ ടു സെഡ് ഇൻഫോവേഡ് ചർച്ച ചെയ്യുന്നത്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിർത്തലാക്കാതെ കൂടുതൽ പദ്ധതികളുമായി മുന്നോട്ട് പോയി ജീവൻ രക്ഷാ കാർഡ് എന്ന പേരിൽ ആദ്യം ചെറിയൊരു എമൗണ്ട് മാത്രം ലഭിച്ചിരുന്നത് 5 ലക്ഷം വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡായി പുറത്തിറങ്ങുകയാണ്. വയോജനങ്ങൾക്കും അതുപോലെ രോഗികൾക്കും കുട്ടികൾക്കുമെല്ലാം പ്രത്യേക ആനുകൂല്യങ്ങൾ ഉള്ളൊരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആർക്കെല്ലാം ഇതിന് അർഹതയുണ്ട്, അതുപോലെ എങ്ങനെ അപേക്ഷ നൽകാം, അപേക്ഷ നൽകുന്നതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ, അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണോ അപേക്ഷ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, RSBY കാർഡോ PMJY കാർഡോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ എസ് എന്നും, അതല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഗവൺമെൻറ്റിൻ്റെ സൗജന്യമായിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യും, അതുപോലെ ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്തെല്ലാം എന്നിങ്ങനെയുള്ള അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്കീമിലൂടെ, അതായത് ജീവൻ രക്ഷാ കാർഡ് വഴി നമുക്ക് എത്ര രൂപ വരെ ലഭിക്കുമെന്നാണ്. 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം, അതായത് 2026 നവംബറോടുകൂടി ഈ ഒരു പദ്ധതി നിലവിൽ വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് ഇതിൻ്റെ അപേക്ഷ. അതായത് BPL കാർഡുകൾക്ക്, മഞ്ഞ അതുപോലെ പിങ്ക് റേഷൻ കാർഡ്, അവർക്ക് പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല, അവരെല്ലാം അതിൽ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ നീല വെള്ള, അതായത് APL കാർഡുകൾക്ക് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 3 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം ലഭിക്കുന്നെങ്കിൽ അവരും ഇതിന് അർഹതയുണ്ട്. ഇത്തരം ആളുകൾ അക്ഷയ മുഖേന അപേക്ഷ നൽകാനാണ് സാധ്യത കൂടുതൽ. മറ്റു ആളുകൾക്ക്, അതായത് ഈ കാർഡ് വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡ് വഴി ആയിരിക്കാനാണ് സാധ്യതകൾ. എന്നാൽ വരുമാനം നോക്കാതെ തന്നെ APL കാർഡുകളായ SC/ST വിഭാഗക്കാർ, അതുപോലെ ആശാ വർക്കർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് ജോലിക്കാർ, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൽ അംഗമായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ലഭിക്കുന്നതാണ്. ഈ ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് വഴി ഒരു വർഷത്തിൽ 2 തവണ വരെ അവരുടെ ഹെൽത്ത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷ നൽകുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ്. അതുകൊണ്ട് തന്നെ APL വിഭാഗമാണെങ്കിൽ ഇപ്പോൾ തന്നെ തിരക്ക് കുറഞ്ഞ ഈ ഒരു സമയത്ത് അക്ഷയ മുഖേന്ദ്രമോ അതല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളായ CSC സെൻറ്റർ മുഖേനയോ വില്ലേജ് ഓഫീസിലേക്ക് ഓൺലൈൻ വഴി വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നതിന് റേഷൻ കാർഡ്, ആധാർ കാർഡ്, സ്ഥലത്തിൻ്റെ കരമടച്ച ഷീറ്റ്, അതായത് സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റ്, ഇത്രയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, അതായത് ക്യാൻസർ, ഹൃദയ സംബന്ധമായത്, അതേപോലെ കിഡ്നി സംബന്ധമായ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വന്നാൽ നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ നൽകിയാൽ പോലും ചിലപ്പോൾ നമ്മുടെ വീട് വിൽക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ അത്രയും വർഷം ഒരു കൂട്ടി വെച്ച സമ്പാദ്യമെല്ലാം ചെലവാക്കിയാൽ പോലും ചിലപ്പോൾ ആ ഹോസ്പിറ്റൽ ചെലവുകളെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുകയില്ല. ഇത്തരം അവസരങ്ങളിലാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്നത് വളരെ പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് മന്ത്ലി അതല്ലെങ്കിൽ വർഷത്തിൽ പ്രീമിയം അടച്ച് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ സാധ്യമാവുകയില്ല. ഇത്തരം സമയങ്ങളിൽ ഗവൺമെൻറ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതുപോലെ PMJY കാർഡ്, അതുപോലെ ഇപ്പോൾ പുതുതായി UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളെല്ലാം വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അത് അപേക്ഷ നൽകി ഇത്തരം പദ്ധതികളിൽ നമ്മൾ ഉൾപ്പെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് RSBY കാർഡ്, PMJY കാർഡ് വന്ന സമയങ്ങളിൽ അത് ആരും അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റായി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വൻ വിജയമായി എല്ലാ ഹോസ്പിറ്റലുകളും വന്ന സമയത്ത് പിന്നീട് ഈ കഴിഞ്ഞ വർഷങ്ങളിലും അതുപോലെ ഈ വർഷങ്ങളിലെല്ലാം പല ആളുകളും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ നമ്മൾ പല വീഡിയോയും താഴെയും പല ആളുകളും ചോദിച്ചിരുന്നു.
അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് പുതിയതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡോ അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കീം വരുന്ന സമയത്ത് അത് നമ്മൾ ഉൾപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അത് നമ്മൾ ജോയിൻ ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലാണോ അപേക്ഷിക്കേണ്ടെങ്കിൽ അങ്ങനെ, അതല്ല റേഷൻ കാർഡ് വഴിയാണോ അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണോ അപേക്ഷിക്കേണ്ടത് അതിൽ അപേക്ഷ നൽകി അത് കരസ്ഥമാക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതല്ല, ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഒപ്പം കൂടാവുന്നതാണ്. അപ്പോൾ ജീവൻ രക്ഷാ കാർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണ് നമ്മുടെ ചാനൽ കൃത്യമായി അറിയിക്കുന്നതാണ്.